Impact and incidence of tax. Impact of tax means a burden of a tax borne by the person on whom it is imposed. Or we say it is an immediate burden of the tax. Compared to impact of tax, incidence of tax means final who bears the burden of a tax. Finally, who bears the money burden of a tax? Most probably അത് കൺസ്യൂമർ ആയിരിക്കും അല്ലേ. ഇമ്പാക്ട് ഓഫ് ടാക്സും ഇൻസിഡൻസ് ഓഫ് ടാക്സും അതുകൊണ്ട് തന്നെ പറയുന്നു ഒരു വ്യക്തിയിൽ തന്നെ അത് ഉണ്ടായിരിക്കില്ല ആ ബേർഡൻ. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ബേർഡൻ ആണ്. ഇപ്പോൾ പ്രൊഡ്യൂസർക്ക് ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിൽ ടാക്സ് പ്രൊഡ്യൂസർക്ക് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഷോർട്ട് സ്പാനിനകത്ത് മാത്രമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ അത് ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കില്ല. കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഷോർട്ട് സ്പാനിനകത്ത്, ഷോർട്ട് പീരീഡിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. ലോങ് പീരീഡിനകത്ത് നിൽക്കില്ല, അതിനൊരു ഡ്യൂറബിലിറ്റി ഇല്ല. ഡ്യൂറബിലിറ്റി വരുന്നത് ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സ് വഹിക്കുന്ന വ്യക്തിക്കാണ്. ആരിലാണോ ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഉണ്ടാവുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു കൺസ്യൂമർക്കാണ്. കൺസ്യൂമറിന്റെ ഇൻകത്തിലാണ് ആ കുറവ് വരുത്തുന്നത്. ഓക്കെ, കൺസ്യൂമറിന്റെ ഇൻകത്തിലാണ് ആ കുറവ് വരുത്തുന്നത്. അതല്ലാതെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. പ്രൊഡ്യൂസർക്ക് വളരെ ഒരു ഷോർട്ട് പീരീഡിനകത്ത് ഒരു ചെറിയൊരു കുഴപ്പം സംഭവിച്ചെങ്കിൽ അത് അവർക്ക് പ്രൈസിലൂടെ അവർക്ക് അത് തിരിച്ചു കിട്ടും അല്ലെ. പ്രൊഡ്യൂസർ അത് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിൻ്റെ അടുത്തും, റീറ്റെയിലേഴ്സ് ഫൈനലി അത് കൺസ്യൂമറിന്റെ തലയിൽ വെച്ചു കൊടുക്കും. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ രീതി അല്ലെ, ടാക്സ് പ്രൈസിലൂടെ തിരിച്ചു പിടിക്കാനായിട്ട് പ്രൊഡ്യൂസർ നോക്കുമ്പോൾ എപ്പോഴും ഈ കൺസ്യൂമർ അത് ആക്സെപ്റ്റ് ചെയ്തോണമെന്നില്ല. ചില സമയത്ത് കൺസ്യൂമർ എന്ത് ചെയ്യും, ഈ കൂടിയ വിലയ്ക്ക് ഈ സാധനം വാങ്ങാതെ അവരിയ്ക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അത് ബാക്ക്വേർഡൊക്കെ വരാം അല്ലേ. ഫോർവേഡ് ഷിഫ്റ്റിംഗ്, ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ബാക്ക്വേർഡിലേക്ക് പോവും. ആ സമയത്ത് വരിക ലേബറിന്റെ പൈസ കുറച്ചിട്ടും, ലേബറിന്റെ വേജ് കുറച്ചിട്ടും, റോ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അതിലെ റെമ്യൂണറേഷന്റെ എമൗണ്ട്, ഒരു വോളിയം ഒക്കെ കുറച്ചിട്ടൊക്കെ പ്രൊഡ്യൂസർ അത് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും. കാരണം കൺസ്യൂമർ ചിലപ്പോൾ ഈ കൂടിയ വിലയ്ക്ക് അത് വാങ്ങാനായിട്ട് വില്ലിങ്നെസ് കാണിച്ചോണമെന്നില്ല. ഓക്കെ, അപ്പോൾ സെൽഗ്മാൻ പറയുന്നത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫിനോമിനനാണ് അല്ലേ, ഇനീഷ്യലായിട്ടുള്ള ഒരു ഫിനോമിനനാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നു ഷോർട്ട് സ്പാനിനകത്ത്, ഷോർട്ട് പീരീഡിനകത്ത് മാത്രം കാണുന്ന ഒരു പ്രശ്നമാണ് ഇമ്പാക്റ്റിൽ വരുന്ന മണി ബേർഡൻ എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രൊഡ്യൂസറിന്റെ മണി ഇൻകത്തിലെ ലോങ് റണ്ണിലെ ഒരിക്കലും കുറവ് വരത്തില്ല. ഒരു ഷോർട്ട് പീരീഡിനകത്ത് ചെറിയൊരു മാറ്റം മാത്രം സംഭവിക്കുള്ളൂ. പക്ഷെ ഇൻസിഡൻസ് വഹിക്കുന്ന കൺസ്യൂമറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ ഇൻകത്തിൽ അത് കുറവ് വരുത്തുക തന്നെ ചെയ്യും. കാരണം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസിഡൻസിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. ഫൈനൽ ബേർഡൻ അദ്ദേഹമാണ്. ഈ ഫൈനൽ ബേർഡൻ എന്ന് പറയാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. ഇൻസിഡൻസ് വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി അത് ഷിഫ്റ്റിങ്ങിന് പോസിബിലിറ്റി ഇല്ല അല്ലെ. പ്രൊഡ്യൂസർ എന്ത് ചെയ്തു, ഇമ്പാക്ടിവിറ്റി ആള് അത് മറ്റൊരാൾക്ക് തലയിൽ വെച്ചു, അത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു, എഗെയിൻ അത് വീണ്ടും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഇൻസിഡൻസ് വഹിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഇനി അതൊരു ഷിഫ്റ്റിങ്ങിന് പോസിബിലിറ്റി ഇല്ല എങ്കിൽ ആ ഫൈനൽ മണി ബേർഡൻ അദ്ദേഹത്തിന് തന്നെയാണ് വരിക. ഓക്കെ, ആ ഷിഫ്റ്റിങ്ങിനെയാണ് സെൽഗ്മാൻ പറയുന്നത് ദാറ്റ് ഇസ് എൻ ഇന്റർമീഡിയറ്റ് പ്രോസസ്സാണ്. ഇമ്പാക്റ്റിന്റെയും ഇൻസിഡൻസിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പ്രോസസ്സാണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് ടാക്സ് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ബേർഡൻ ഓഫ് ടാക്സ് അത് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഷിഫ്റ്റിങ്ങിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ റിസൾട്ടാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗവൺമെന്റ് ടാക്സ് ലെവി ചെയ്യാണ്. ലെവീസ് എ ടാക്സ് ഓൺ ഇലക്ട്രിക് ഗുഡ്സ്. Tax will be paid to government in the first instance by manufacturers of electric goods. പക്ഷേ ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഇലക്ട്രിക് ഗുഡ് ഇൻഡസ്ട്രീസ് ആഡ് ടാക്സ് ടു പ്രൈസ് ആൻഡ് സക്സീഡ് ഇൻ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹയർ പ്രൈസസ്. ഓക്കെ, സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹയർ പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടച്ച ടാക്സ് അവർക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ്, കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻസിഡൻസ് ആരിലേക്ക് വരുന്നു, കൺസ്യൂമറിന്റെ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ബേർഡൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ടു ദ കൺസ്യൂമേഴ്സ് ആണ്. റൈറ്റ്. ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സേഷൻ നമ്മൾ പറഞ്ഞു. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ്സ് എൻ ഇന്റർമീഡിയറ്റ് പ്രോസസ് ആണ്. സെൽഗ്മാൻ പറഞ്ഞു ദാറ്റ്സ് എൻ ഇന്റർമീഡിയറ്റ് പ്രോസസ് ബിറ്റ്വീൻ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പാക്ട് ഓഫ് ടാക്സ് വന്ന ആള് അത് മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്
ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻസിഡൻസ് മറ്റൊരു വ്യക്തി വഹിക്കുന്നതായിട്ട് വരും. മണി ബേർഡൻ ഫൈനലി മറ്റൊരു വ്യക്തി ആണ് വഹിക്കുക. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ മണി ബേർഡൻ ഓഫ് എ ടാക്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, ആ ഒരു ബേർഡൻ ഉണ്ടല്ലോ, മണി ബേർഡൻ ആദ്യം ഗവൺമെന്റ് ആർക്കാണ് ഇമ്പോസ് ചെയ്ത്? പ്രൊഡ്യൂസർക്കാണ്. പ്രൊഡ്യൂസർ എന്ത് ചെയ്തു? ഷിഫ്റ്റഡ് ടു കൺസ്യൂമർ ആണ് അല്ലേ. അതിന് വലിയ പ്രോസസ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു അത് ഹോൾസെയിലേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സ് അത് റീറ്റെയിലേക്ക്, റീറ്റെയിലേഴ്സ് അത് കൺസ്യൂമറിലേക്ക്. ഫൈനലി ഈ ടാക്സ് ബേർഡൻ വഹിക്കുന്നത് ഈ കൺസ്യൂമറാണ്. കൂടിയ വിലയ്ക്ക് ഈ കൊമോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് എ ടാക്സ് ആണ്. ഇനിയൊരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് എ ടാക്സ് ആണ്. അപ്പോൾ ഒരു പേഴ്സൺ paid or tries to pay the tax, tries to shift tax onto another. He may succeed in shifting tax completely, partially, or may not succeed at all. But shifting of tax എന്ന് പറയുന്നത് is done through changes in the prices of commodities. Incidents of tax fall on the person who cannot shift it further. Okay, incidents of tax fall on the person who cannot shift it further. കമോഡിറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് ഒരിക്കലും ഇത് പറയുന്ന ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന് ഒരു പോസിബിലിറ്റി ഉള്ളത്, അത് ഷിഫ്റ്റിംഗ് ഒന്നുമല്ല, ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ കൺസ്യൂമർ ഈ പറഞ്ഞ സംഭവം പർച്ചേസ് ചെയ്യാതിരിക്കാം. ഹയർ പ്രൈസിനെ ദേ ആർ നോട്ട് വില്ലിംഗ് ടു കൺസ്യൂം ദാറ്റ് പെർട്ടിക്കുലർ കമോഡിറ്റി ഓർ പർച്ചേസ് ദാറ്റ് പെർട്ടിക്കുലർ കമോഡിറ്റി. അങ്ങനെയാണെങ്കിൽ അവിടെ കൺസ്യൂമറിന്റെ തലയിൽ വീഴില്ല. കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഫോളോ ഓൺ ദ കൺസ്യൂമർ ആണ്. Because he cannot shift it to further. ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സ് നമ്മൾ പറയുന്ന ഒന്ന് സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ് ആണ്. സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഷിഫ്റ്റ് ദ ബർഡൻ ഓഫ് എ ടാക്സ് ഓൺ ഹിസ് പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സ് ഷോൾഡർ. ദാറ്റ്സ് എ സിംഗിൾ പോയിന്റ് ഷിഫ്റ്റിംഗ്. Producer shift burden of tax from one point to several points. When government imposes taxes on excise duty on clothes, it is paid first time. It's paid by the producer. A producer may shift it to the wholesaler to the retailer finally shifted to the consumer. Consumer സംബന്ധിച്ചിടത്തോളം further shifting എന്ന് പറയുന്നത് is not possible. So incidence of tax എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ തലയിൽ വന്നു നിൽക്കും. Shifting of tax take place in two direction. One is forward shifting. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്നുള്ളതാണ്. Another is a backward shifting. അപ്പോൾ ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഷിഫ്റ്റഡ് ഫ്രം സെല്ലർ ടു കൺസ്യൂമർ, അതാണ് ഫോർവേഡ് ഷിഫ്റ്റിംഗ്. ഇറ്റ്സ് എ കേസ് ഓഫ് ഫോർവേഡ് ഷിഫ്റ്റിംഗ് ആണ്. കോമൺ ഫോം ആണ് ഷിഫ്റ്റിംഗിൽ, സാധാരണ നമ്മൾ കണ്ട ഒരു കോമൺ ഫോം ആണ് ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ടാക്സ് മേ ഫോർവേഡ് ടു ദ മിഡിൽ മാൻ, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് ടു ദ കൺസ്യൂമർ. ഇപ്പോൾ പ്രൈസ് ഈസ് അതിൻ്റെ ഫോർവേഡ് ഷിഫ്റ്റിംഗിൽ വരുന്നത് പ്രൈസ് ഹയർ ആവും, ഇൻക്രീസ് ചെയ്യും, ഈസ് റേസ്ഡ്. അല്ലെങ്കിൽ ക്വാളിറ്റി ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമോഡിറ്റി ആർ റെഡ്യൂസ്ഡ് till the entire tax is shifted from the taxpayer to the consumer. Okay. അപ്പോൾ ഫോർവേഡ് ഷിഫ്റ്റിംഗ് വരുന്നത് the price is raised അല്ലെങ്കിൽ ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ഓഫ് ദ കമോഡിറ്റി ചുരുക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം till the entire tax is shifted from taxpayer to the consumer. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗും നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്സ് പ്ലേസ് വെൻ കൺസ്യൂമേഴ്സ് ഡു നോട്ട് പർച്ചേസ് കമോഡിറ്റീസ് അറ്റ് ഇൻക്രീസ്ഡ് പ്രൈസ്. കൂടിയ വിലയ്ക്ക് ഈ കമോഡിറ്റി വാങ്ങാനായിട്ട് കൺസ്യൂമർ പ്രിപ്പയർഡ് അല്ല എങ്കിൽ അത് ബാക്ക്വേർഡ് ഷിഫ്റ്റിങ്ങിന് കാരണമാവും. സെല്ലർ പ്രൈസ് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് മുതിരേണ്ടതായിട്ട് വരും അല്ലേ. സെല്ലറിന് അത് ഫോഴ്സ് ചെയ്യപ്പെടും. കാരണം കൺസ്യൂമർ അത് വാങ്ങാനായിട്ട് വില്ലിങ്നെസ് ഇല്ല, കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഹോൾസെയിലർ കുഡ് നോട്ട് ഫോർവേഡ് ദ ടാക്സ് ബൈ ഇൻക്രീസിങ് പ്രൈസ്. അപ്പോൾ അവർ ചെയ്യുന്നത് ടാക്സ് ഇൻഡ്യൂസ് ഹിം ടു ഫോഴ്സ് ദ വർക്കേഴ്സ് ടു ആക്സെപ്റ്റ് ലോവർ വേജസ് അല്ലെങ്കിൽ ഫോഴ്സ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ആക്സെപ്റ്റ് ലോവർ റെമ്യൂണറേഷൻ. അപ്പോൾ എന്തൊക്കെ വന്നാലും അതിനൊരു ബേർഡൻ പല രീതിയിലും ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. But tax on commodity will be shifted backward to the agents of
production, we call it as a backward shifting. Price remain unchanged ആണ്, ടാക്സ് ബർഡൻ ബോൺ ബൈ ദ ഫാക്ടർ ഇൻപുട്സ് ആണ്. നേരത്തെ ഫോർവേഡ് ഷിഫ്റ്റിംഗിൽ അത് മുഴുവൻ കൺസ്യൂമറുടെ തലയിലായിരുന്നെങ്കിൽ ഇവിടെ കൺസ്യൂമർ കൂടിയ വിലയ്ക്ക് ഈ കമോഡിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാകാതെ വരുമ്പോൾ പ്രൊഡ്യൂസർ അല്ലെ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അവർ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ ഇത് ആക്സെപ്റ്റ് ചെയ്ത് അത് കുറയ്ക്കാനായിട്ട് അവർ മുതിരാണ് ചെയ്യുക. ആ പ്രൈസ് അവർ കുറച്ച് അവർ ആ ഇത് ബേർഡൻ അപ്പോൾ എങ്ങനെ ചെയ്യും? ബേർഡൻ അവർ ചെയ്യുന്നത് ലോവർ വേജസ്, വർക്കേഴ്സിന് ലോവർ വേജസ് പ്രൊവൈഡ് ചെയ്യും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലോവർ റെമ്യൂണറേഷൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ, then the producer has to bear the tax burden. ഇപ്പം രണ്ടും നടക്കുന്നില്ല അല്ലേ, ഫോർവേഡും ബാക്ക്വേർഡ് ഷിഫ്റ്റിങ്ങും പോസിബിൾ അല്ല എങ്കിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസർ ഹാസ് ടു ബെയർ ദ ടാക്സ് ബർഡൻ. ടാക്സ് ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഫോർവേഡ് ഷിഫ്റ്റിങ്ങും ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഫോർവേഡ് ഷിഫ്റ്റിംഗ് നമ്മൾ കണ്ടു, പ്രൊഡ്യൂസർ, ഹോൾസെയിലേഴ്സ്, മിഡിൽ മാൻ അങ്ങനെ അല്ലെ അവരതിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൺസ്യൂമറിലേക്ക് അതിന്റെ ഇൻസിഡൻസ് എത്തുന്ന രീതി. ഇനി നമ്മൾ പറഞ്ഞു ആ പ്രൈസിലാണ് വർധനവ് വരുത്തിയിട്ടാണ് പ്രൊഡ്യൂസർ മണി ബേർഡൻ അദ്ദേഹത്തിന് വന്ന മണി ബേർഡൻ ഷോർട്ട് പീരീഡിൽ വഹിക്കേണ്ട ആ മണി ബേർഡൻ മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ഇൻകം ലെവലിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിന് വില്ലിങ്നെസ് കാണിക്കാത്തോടത്തോളം, വില്ലിങ്നെസ് ഇല്ലാത്തോടത്തോളം സമയം വരെ അത് ബാക്ക്വേർഡ് ഷിഫ്റ്റിങ്ങിന് കാരണമാവും. ഇനി അത് ബാക്ക്വേർഡും ഫോർവേഡും സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് പ്രൊഡ്യൂസർ വഹിക്കേണ്ടതായിട്ട് വരും. ഫോർവേഡ് ഷിഫ്റ്റിംഗിലാണ് ഹോൾസെയിലേഴ്സിലെ റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ് വന്നു. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗിൽ സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ കോസ്റ്റിൽ അല്ലേ. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് വരുന്നത് ലേബർ ചാർജ് കുറയ്ക്കാം, ലേബർ കോസ്റ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലോവർ റെമ്യൂണറേഷൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവർ അത് റിക്കവർ ചെയ്തെടുക്കുക. ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഫൈനൽ മണി ബേർഡൻ ആണ് എന്ന് നമ്മൾ ഇത്ര നേരം എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മണി ബേർഡൻ ഓഫ് ടാക്സ് ഓൺ ദ പേഴ്സൺ ഹു അൾട്ടിമേറ്റ്ലി ബെയർസ് ഇറ്റ് ആണ്. ഇനി ഒരു ഷിഫ്റ്റിങ്ങിന് പോസിബിലിറ്റി ഇല്ല. ഇൻസിഡൻസ് ഓഫ് ടാക്സ് അത് ആ വ്യക്തിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇക്കണോമിക് കോൺസിക്വൻസസ് ആണ്. ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റ് റെഫേഴ്സ് ടു ദ ഇക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് എ ടാക്സ് on consumption, on production, on exchange, on economic growth and distribution, including its incidence. So, incidence shows the effects of taxation as regards the ultimate money burden. ഇമ്പാക്ടിന്റെ ഇൻസിഡൻസിന്റെയും ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാം, ഡിഫറൻസ് കാണാം. ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ ബേർഡൻ ഓഫ് ദ ടാക്സ്, ഇൻസിഡൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് ദ ടാക്സ് ആണ് അല്ലേ. ഇതുവരെയുള്ള നമ്മൾ തുടർന്ന ചർച്ചകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദാറ്റ്സ് ഇൻ ഇനീഷ്യൽ ബേർഡൻ ഓഫ് ദ ടാക്സ്, ഇൻസിഡൻസ് മീൻസ് അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് ദ ടാക്സ്. ആ ഒരു പോയിന്റ് ഓഫ് ഇമ്പോസിഷൻ ആണ് നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അത് ഫൈനൽ സെറ്റിൽമെന്റ് ആണ്, പോയിന്റ് ഓഫ് സെറ്റിൽമെന്റ് ആണ്. ഇനി ആ ഷിഫ്റ്റിംഗ് ഈസ് നോട്ട്, ഫർദർ ഷിഫ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ, ദാറ്റ്സ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇമ്പാക്ട് ഓഫ് ടാക്സ് ഫോൾ അപ്പോൺ ദ പേഴ്സൺ from whom the tax is collected. Incidence rests on the person who pays it eventually. Okay. Impact shifted ആണ് അല്ലെ. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഉണ്ട്, ഇൻസിഡൻസ് cannot be shifted.